എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IT ഷെയറുകളിലെ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ കാരണം അതുമൂലം നമ്മുടെ ഇൻഡെക്സുകളെല്ലാം തന്നെ നേരിയ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും സ്വകാര്യ ബാങ്കിങ് ഷെയറുകളിലെ മികച്ച നേട്ടം ഈ മൊത്തത്തിലുള്ള നഷ്ടം നിയന്ത്രിക്കാൻ സഹായകമായി എന്ന് വേണം പറയാനായിട്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 22,577 എന്ന ഡേ ഹൈയിൽ നിന്നും 22,333 വീണു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 22,300 എന്നുള്ളത് 2 തവണയായി സപ്പോർട്ട് എടുക്കുന്നു. ഇവിടെ മൊത്തത്തിലൊരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ് 22,300. ഇന്ന് 22,577 നിന്ന് 22,330 വരെ വന്നു. ഇൻട്രാഡേ ഡീലുകളിൽ നോക്കുകയാണെങ്കിൽ 247 പോയിൻറ്റിൻ്റെ 247ഓളം പോയിൻ്റ് താഴ്ന്ന് 27 പോയിൻ്റ് നെഗറ്റീവിൽ അവസാനം 22,470 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻസെക്സും 170ഓളം പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് ഇന്ന് തുടങ്ങിയത്. 74,270 ഓപ്പൺ ചെയ്ത് താമസിയാതെ 74,392 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തു. അവസാനം 73,598 ലോ ക്രിയേറ്റ് ചെയ്ത് 74,050 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ദിവസത്തെ ഹൈയിൽ നിന്ന് 794 പോയിൻ്റ് താഴ്ന്ന് ഒടുവിൽ 73 പോയിൻ്റ് നെഗറ്റീവിലാണ് 74,030 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 27% ഇടിഞ്ഞ ഇൻഡസ്ഇൻഡ് ബാങ്കാണ് ഇന്ന് പ്രധാനമായും 5%-ഓളമാണ് ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉയർന്നിട്ടുള്ളത്. ബാങ്കിൻ്റെ CEO-യും ഗ്രൂപ്പ് ചെയർമാനും ഈ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ഭയം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം ഇന്ന് 5% ഉയർന്നത്. അതിൻ്റെ കൂടെ ടാറ്റ മോട്ടോഴ്സ്, കൊടക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, ITC, HDFC ബാങ്ക്, സൺഫാർമ എന്നിവ കൂടി ചേർന്നു 1.3% ഇവയെല്ലാം തന്നെ പോസിറ്റീവിലായിരിക്കുന്നത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 4%-ലധികമാണ് ഇടിഞ്ഞത്. ടെക് മഹീന്ദ്ര, നെസ്ലെ ഇന്ത്യ, HCL ടെക്നോളജീസ്, TCS, ഏഷ്യൻ പെയിൻറ്റ്സ്, ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സൊമാറ്റോ, SBI എന്നിവ 1 മുതൽ 3% വരെ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ 0.5% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ആഗോള സാഹചര്യങ്ങൾ അനുകൂലമായി മാറിയിരിക്കുകയാണ്. പക്ഷേ അത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്രീൻ ക്ലോസിങ്ങിനുള്ള സാധ്യതയാണ് കണ്ടതെങ്കിലും സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ചതും അവർക്കുള്ള സൈനിക സഹായം അമേരിക്ക പുനരാരംഭിക്കുന്നതും മാർക്കറ്റിന് പോസിറ്റീവായ മാർക്കറ്റ് ഒരു പോസിറ്റീവിലേക്ക് മാറേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ കാനഡയിലെ ഒൻറ്റാറിയോ പ്രവിശ്യ അമേരിക്കയിലേക്ക് നൽകുന്ന വൈദ്യുതി അതിന് 25% വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചതോടെ കാനഡയുമായുള്ള തീരുവ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് US സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം കനേഡിയൻ വാഹനങ്ങൾക്ക് ഏപ്രിൽ 2 സ്റ്റീലിന് ഇന്ന് ബുധനാഴ്ചയും ചുങ്കം ഇരട്ടിപ്പിച്ച് 50% ആക്കുമെന്ന പ്രഖ്യാപനം അതോടുകൂടിയിട്ട് ട്രംപ് പിൻവലിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇതെല്ലാം തന്നെ ഇന്ന് മാർക്കറ്റിനെ നല്ല ഒരു റാലിയിലേക്ക് നയിക്കേണ്ടതായിരുന്നു. അതൊന്നും ഇന്ന് സ്വാധീനിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം വരുന്ന ചില്ലറ വിലക്കയറ്റ കണക്ക്, അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയും മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റിഫ്ലക്റ്റ് ആയാൽ നാളെ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് നമ്മുടെ മാർക്കറ്റിനെ പറപ്പിക്കുന്നതാണ് തോന്നുന്നത്. ഏതായിരുന്നാലും നമുക്ക് അതെല്ലാം തന്നെ കണ്ടറിയണം. നമ്മുടെ ലെവലുകൾ ഇന്നലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞതിൽ ആക്റ്റീവാകാൻ സാധ്യതയില്ല ഇന്ന്. കാരണം സൈഡ് വേ മാത്രമല്ല, ഇന്ന് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ സുഖമില്ലാത്തൊരു മാർക്കറ്റായിരുന്നു. നോക്കൂ, നമുക്ക് നിഫ്റ്റിയിൽ
ആക്റ്റീവായിട്ടില്ല. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്കൗട്ട് നടത്തി താഴത്തേക്ക് വരികയാണ് ചെയ്തത്. ഇത് സപ്പോർട്ട് ലെവലല്ല, ഇത് റെസിസ്റ്റൻസ് നോക്കട്ടെ. അതെ, ഇത് റെസിസ്റ്റൻസ് ലെവലാണ്. റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്കാണ് വന്നത്. തിരിച്ച് താഴെ വന്ന് റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്തെങ്കിലും നമുക്ക് അത് ആക്റ്റീവ് അല്ല. കാരണം ഇവിടെ നമുക്ക് ട്രേഡിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയും നമുക്കിന്ന് ആക്റ്റീവ് അല്ല. സെൻസെക്സും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കറക്റ്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടർച്ചയായ 2 ദിവസം 3 ദിവസമായിട്ട് നമുക്ക് നമ്മുടെ ലെവലുകൾ ആക്റ്റീവ് ആയിട്ടില്ല. അതിനർത്ഥം മാർക്കറ്റ് വളരെയധികം സൈഡ് വേയിലാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ആ വീഡിയോയിലെ കാര്യങ്ങൾ അതേപടി പുലരുന്നത് പോലെയാണ്. ഒരു സൈഡ് വേ തന്നെയാണ് സത്യത്തിൽ. കാരണം ഒരു അവസാനം ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് സംഭവിക്കുന്നത്. പക്ഷേ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് സ്ലൈറ്റ്ലി അപ്പ് ട്രെൻഡാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, താഴെ വന്നു, ഇവിടെ നിന്നും താഴെ വന്നു, മുകളിലേക്ക് പോയി. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അപ്പ് ട്രെൻഡും മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഡൗൺ ട്രെൻഡുമായിട്ട് കണക്കാക്കാം. പക്ഷേ ടോട്ടലി നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തുമ്പോൾ സൈഡ് വേ എന്നാണ് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമുക്ക് നാളെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സെൻസെക്സിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇത് തന്നെയാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യാം. നമുക്ക് 74,210 മുകളിൽ 10 നമുക്ക് റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് സെൻസെക്സ്. അതേപോലെ 73,590 സപ്പോർട്ട്. ഇത് സെൻസെക്സ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അല്പമൊന്നും മാറ്റി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് സപ്പോർട്ടായിട്ട് 47,700 തന്നെയാണ്. നമുക്ക് ഇവരെ വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ ഓപ്പണായിട്ട് പറയില്ല, നിങ്ങൾ നോക്കിക്കോളാം. 160 പോയിൻ്റ് നെക്സ്റ്റ് സപ്പോർട്ടിലേക്ക് 160 പോയിൻ്റ്, 160-നുള്ളിൽ 150 പോയിൻ്റേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 47,850 എന്നുള്ള സപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് 47,750. ഇനി നമുക്ക് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ താഴെ നമ്മൾ പിടിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ കേവലം 55 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ റെസിസ്റ്റൻസ് പറ്റില്ല. ഈ റെസിസ്റ്റൻസാണ് നമുക്ക് ആക്റ്റീവ് ആവുകയുള്ളൂ, 48,230. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ മാറ്റത്തോടുകൂടി ഇങ്ങനെ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി നമുക്ക് സപ്പോർട്ടായിട്ട് 22,300 തന്നെയാണ്. റെസിസ്റ്റൻസ് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം 22,580. ഓക്കെ, ഇത് 15 മിനിറ്റ്സാണ്. 1 ഹവറിൽ വരുമ്പോൾ ഇതാവും റെസിസ്റ്റൻസ് 22,680. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞ ഈ ലെവലുകൾ ബ്രേക്കൗട്ട് നടത്തുകയോ അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്ത് തിരിച്ച് റിവേഴ്സ് വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക, പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ധാരാളം ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് മുന്നേറാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.